ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായ പൈനാപ്പിൾ ചെടിയിൽ നിന്നും ഞാൻ പറിച്ചെടുത്ത പൈനാപ്പിളാണിപ്പോൾ എൻ്റെ കൈവശമുള്ളത്. ഞാൻ തന്നെ നട്ട് വളർത്തിയ എൻ്റെ പൈനാപ്പിൾ ചെടിയാണിത്. ഏകദേശം വിളഞ്ഞു വന്നപ്പോഴാണ് ഞാനിത് പറിച്ചെടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ പഴുക്കാറായിട്ടുള്ള ഒരു പരുവം തന്നെയായിരുന്നു. 2-3 ദിവസത്തിനുള്ളിലാണ് ഈ പരുവത്തിൽ പഴുത്തിരിക്കുന്നത്. നല്ല ചുവന്നിരിപ്പുണ്ട് പഴുത്ത്. നല്ല മണവുമുള്ളത് കൊണ്ട് തന്നെ പഴുത്തെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. സാധാരണയായി ഞങ്ങളുടെ നാട്ടിൽ തെങ്കാശിയിൽ നിന്നുമാണ് പൈനാപ്പിളുകൾ കൊണ്ടുവരാറുള്ളത്. ബിരിയാണി മറ്റും മുതലായവയിൽ ചേർക്കുന്ന പൈനാപ്പിളുകൾ നാടൻ പൈനാപ്പിളേ അല്ല. തെങ്കാശിയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു തരം പൈനാപ്പിളാണ്. അതിൻ്റെ രുചിക്കും ഇതിൻ്റെ രുചിക്കും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൈനാപ്പിളിന് പൂർത്തിച്ചക്ക എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പൂർത്തിച്ചക്ക പൈനാപ്പിൾ വീട്ടിൽ തന്നെ നട്ട് വളർത്താം എന്നുള്ള പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ നട്ട് വളർത്താം എന്നുള്ള എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ.